ഇവന് ജാമ്യമൊന്നും കിട്ടരുത്. ഇവൻ ജർമ്മനി പോകരുത്. അതാണ് ഇനി നോക്കേണ്ടത്. അത് ഇവിടുത്തെ പോലീസിന്റെ ബാധ്യതയാണ്. ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ച കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുക്കണം. 307 ഇതിന്റെ കഴുത്തില് ഇത് ഇതിന്റെ ഈ മൊബൈൽ ചാർജറിന്റെ വയറ് മുറുകി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പല ഈ വരന്റെ വീടുകളിലും പെൺകുട്ടികൾക്ക് വധുവിനുണ്ടാവുന്ന പ്രശ്നമാണിത്. ഇതൊരു നവവധു ഒരാഴ്ചയായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇവന്റെ കൂടെ എങ്ങനെ ഇത് പൊറുക്കും? അതെന്തായാലും ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് കിട്ടി. അതിന്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടി. നോർത്ത് പറവൂർക്കാരിയായ ഒരു പെൺകുട്ടിയെ കോഴിക്കോട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു. അത് മാട്രിമോണിയൽ ഇതിലൂടെ വന്ന ഒരു പരസ്യത്തിലൂടെയാണ്, മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റിലൂടെയാണ് ഇത് ഈ വിവാഹം നടക്കുന്നത്. ഇത് ആദ്യം ഈ പെൺകുട്ടി വേണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും വീണ്ടും ഈ കല്യാണം കഴിച്ച ഈ വരൻ എന്ന് പറയുന്നവന്റെ നിർബന്ധം, അവൻ വന്ന് രണ്ടാമത് വീണ്ടും ഇൻസിസ്റ്റ് ചെയ്താണ് അവസാനം ഇത് സമ്മതിക്കുന്നതൊക്കെ. ഈ പെൺകുട്ടിക്ക് ടെക്നോ പാർക്കിൽ ജോലിയാണ്. അത് ടെക്നോ പാർക്കിലേക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്ക് അത് ഒരുപാട് ആളുകളുമായിട്ട് അതിന് ബന്ധപ്പെടുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതിന് ഓഫീസുമായിട്ടൊക്കെ, ഓഫീസിലുള്ള ആളുകളുമായിട്ടൊക്കെ. അതുപോലെ യവന് ജർമ്മനിയിലാണ് ജോലി. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ലേ? കാരണം വിദേശത്ത് അതിവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. അതാദ്യം ചിന്തിക്കുന്നില്ല. അപ്പൊ അവിടെ പോയി ജർമ്മനിയിലൊക്കെയാണ്. അപ്പോഴത്തേക്ക് അവൻ വലിയ പൊസിഷനായിട്ട് അവന് തോന്നിക്കാണും. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ പെൺകുട്ടികളെ അവൻ്റെ വീട്ടിലിട്ട് അങ്ങ് ശരിക്കും ഉപദ്രവിക്കുകയാണ്. ഉപദ്രവിക്കുന്ന പറഞ്ഞാൽ ശാരീരികമായ ഉപദ്രവം. അതിനകത്ത് അതിൻ്റെ ടെലിഫോൺ എൻ്റെ ഈ വയറ്, ഇത് മൊബൈൽ ചാർജറിൻ്റെ വയറ് കഴുത്തെ ചുറ്റി മുറുക്കി, അതിൻ്റെ തല പിടിച്ച് ഭിത്തിയിലിടിച്ചു, അതിൻ്റെ മുഖത്തൊക്കെ നീര്, അതിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് പോന്നു, ചെവിയിൽ നിന്ന് രക്തം വന്നു, ഹെഡിങ് ചൊറി വരുന്നതാണ്. ഇത് വന്നു. ഈ രീതിയിലൊക്കെ ഇത് വന്ന് അതിനെ അവനും അവൻ്റെ സുഹൃത്തും കൂടെ ആശുപത്രി കൊണ്ടുപോയി ഇവിടെ. എന്നിട്ട് അവിടെ എന്തെങ്കിലും കള്ളം പറഞ്ഞു കാണും, തെന്നി വീണെന്നോ എന്തെങ്കിലുമൊക്കെ ഉമ്മാർ പറയുമല്ലോ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒതുക്കി തീർക്കാൻ. എന്നിട്ട് അവസാനം ഈ ഒരാഴ്ചയായപ്പോൾ ഈ ചെറുക്കൻ്റെ വീട് കാണാനായിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ചടങ്ങുള്ളത് നന്നായി. വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിൻ്റെ ഈ കുട്ടിയുടെ മുഖത്തൊക്കെ നീരും, അതിന് വയ്യ, അതിന് കഴുത്തിലും ഒക്കെ അടിയുടെ പാടും ദേഹത്തൊക്കെ കിടക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവൻ രാത്രി മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതിനെ എടുത്തിട്ടിരിക്കുക. എന്തെങ്കിലും ഒരുത്തൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കും. ഇവൻ എവിടെ നീ അറിവുണ്ടെന്ന് എന്നാൽ ഇതിനെ കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അത് അതിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാനല്ലോ. അതിന് പെൺകുട്ടികൾക്ക് അവകാശമില്ലേ നമ്മുടെ രാജ്യത്ത്? ഇതിന്റെ ദേഹത്ത് കൈവെക്കാൻ ഇവനെന്താ അധികാരമുള്ളത്, അവകാശമുള്ളത്? അപ്പോൾ ഇത് കർശനമായിട്ട് നേരിടേണ്ട കാര്യമാണ്. ഇത് വെറും ഡൊമസ്റ്റിക് വയലൻസ് മാത്രമൊന്നുമല്ല, ഗാർഹിക പീഡനം മാത്രമൊന്നുമല്ല. ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ച കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുക്കണം. 307 ഇതിന്റെ കഴുത്തില് ഇതിന്റെ ഈ മൊബൈൽ ചാർജറിന്റെ വയറ് മുറുകി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്, അതുപോലെ തന്നെ ഈ ബ്ലഡ് വരുത്തക്കൊണ്ണം ഇതിനെ ഇടിച്ച പാട്, ഇതുപോലുള്ള ഇടി കൊടുത്തത്, അതായത് ദേഹം മുഴുവൻ അടിയുടെ പാട്. ഇതെങ്ങനെ ഈ പെൺകുട്ടികൾ പിന്നെ ഇങ്ങനെ പോകുന്നത്? എന്ത് ചെയ്യാനൊക്കെ ഇവർക്ക്? അവര് ഈ കല്യാണം കഴിച്ച് പോയി ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ നിരാരംഭരാണ്. ആകെപ്പാടെ അവരെ അവലംബമായിട്ട് എടുക്കേണ്ടത് ആ വീട്ടുകാരെയും ഈ ഭർത്താവിനെയാണ്. പക്ഷേ അവരിതുപോലെ തിരിഞ്ഞാലോ? മാത്രമല്ല, ഇത് കൂടാതെ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും സ്ത്രീധനം കൂടുതൽ കൊടുക്കണമെന്നും പറഞ്ഞ് ഇതിനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ട്. അങ്ങനെ ഒരു അലിഗേഷൻ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തെറ്റാൻ വഴിയില്ല. കാരണം ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. പല ഈ വരന്റെ വീടുകളിലും പെൺകുട്ടികൾക്ക് വധുവിനുണ്ടാവുന്ന പ്രശ്നമാണിത്. ഇതൊരു നവവധു ഒരാഴ്ചയായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇവന്റെ കൂടെ എങ്ങനെ ഇത് പൊറുക്കും? അതെന്തായാലും ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് കിട്ടി. അതിന്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടി. അവനെ വിടരുത്. കാരണം അവനെ ഇവിടെയൊക്കെ തെണ്ടി നടക്കണം. അതാണ് ചെയ്യേണ്ടത്. അവന്റെ പേരിൽ ഈ ശക്തമായ നടപടികൾ എടുക്കണം. ഡൊമസ്റ്റിക് വയലൻസ് മാത്രമൊന്നുമല്ല നടന്നിരിക്കുന്നത്. 498A ക്രൂരമായ പീഡനം, അതിന് നടപടിയെടുക്കണം. അതുപോലെ തന്നെ 307 വകുപ്പിട്ട് ഇതിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് കേസെടുക്കണം. ഇവന് ജാമ്യമൊന്നും കിട്ടരുത്. ഇവൻ ജർമ്മനി പോകരുത്. അതാണ് ഇനി നോക്കേണ്ടത്. അത് ഇവിടുത്തെ പോലീസിന്റെ ബാധ്യതയാണ്.